നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വരുത്താതെ ജീവിക്കണമെന്ന് ആഗ്രഹം. പക്ഷേ അതിനർത്ഥം ഞാനൊരു പൊട്ടനാണെന്നല്ല. എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട്. തല പോയാലും ഞാൻ അതിൽ നിന്ന് മാറില്ല. ശരിയും തെറ്റൊക്കെ താമസിക്കാതെ എല്ലാവർക്കും ബോധ്യമാവും. അതുവരെ ദയവ് ചെയ്ത് ആരും ആവശ്യമില്ലാത്ത ഉപദേശം കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. എന്താ നിന്റെ ഉദ്ദേശം? താഴെ തള്ളിയിട്ട് കൊല്ലാനോ മറ്റാണോ? അല്ല, എന്നെ കൊല്ലുമെന്നാണല്ലോ നീ അന്ന് ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് ചോദിച്ചതാ. കൊല്ലേണ്ടി വന്ന കൊല്ലും, അതിന് മാറ്റമൊന്നുമില്ല. ഓടി പോയി തരത്തിപ്പോയി കളി. നിനക്ക് എന്റെ നല്ല ഗുണം അറിയാൻ വയ്യാത്തോണ്ടാ. അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ലേ. ഒറ്റ ഫോൺ കോൾ, ഒരേ ഒരു ഫോൺ കോൾ. ഒരു IAS കാരിയായിട്ടല്ല, ഒരു സാധാരണ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. ചുമ്മാ ഞാനൊന്ന് നൂറി വിളിച്ചാ മതി. അപ്പൊ ആ സെക്കൻഡ് അവരിവിടെ പാഞ്ഞെത്തും, തന്നെ പൊക്കി അകത്തിടുകയും ചെയ്യും. പിന്നെ പോലീസുകാർക്കൊക്കെ അതല്ലേ പണി. നീ വിളിച്ച ഉടനെ ഓടി വരാൻ അവരെന്താടി നിന്റെ മച്ചുനന്മാരാ? എന്റെ മച്ചുണന്മാരൊന്നും അല്ല. പക്ഷേ ഒരു ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം അവര് പലതുമാണ്. 25 കൊലപാതകങ്ങൾ, വെടിവെച്ചു കൊന്നത് 10, ചവിട്ടിക്കൊന്നത് 5, ജീവനോടെ കുഴിച്ചു മൂടിയത് 10 എണ്ണം, ബലാത്സംഗം, വധശ്രമം, ഭവനഭേദനം, തട്ടിക്കൊണ്ടുപോകൽ, അതൊക്കെ വേറെ. നീ ചുമ്മാ ഇല്ലാ വചനം പറയല്ലേ വെച്ചേ. ഇല്ലാത്ത വചനമായാലും ഉള്ള വചനമായാലും ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തന്നെ പലരോടും പല കാലത്ത് പറഞ്ഞതാ. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, സാക്ഷികളും. ഒരാവശ്യം വന്നാ എല്ലാം ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. ഏതായാലും നിങ്ങൾ പാണ്ഡിതുരൈ അണ്ണനും ഗോവിന്ദൻകുട്ടി നായരൊന്നും അല്ലെന്ന് എനിക്ക് പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റുമല്ലോ. അപ്പൊ പിന്നെ ബാക്കി കൂടി ഞാൻ തെളിയിച്ചോളാം. പിന്നെ അങ്ങനെ ചുമ്മാതങ്ങ് തെളിയിക്കാൻ പറ്റൂ? പറ്റും. അതിനാണല്ലോ ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ ഉള്ളത്. കൊച്ചേ, നീ വെറുതെ കളിക്കല്ലേ. കളിക്കും, കളിക്കാവുന്നിടത്തോളം ഞാൻ കളിക്കും. കളിച്ച് കളിച്ചൊടുവിൽ കളി കാര്യമാവുകയും ചെയ്യും. എടി കൊച്ചേ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹ ചെയ്തേ? ചെയ്തില്ലേ? ഒരു ദ്രോഹം ചെയ്തില്ലേ? ഈ ജന്മം എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം ചെയ്തത് നിങ്ങളല്ലേ? എന്തോന്ന് മറന്നുപോയോ ഇത്ര വേഗം? മനസ്സമാധാനത്തോടെ ചെട്ടിയാർ വീട്ടിലെ രാജകുമാരിയെ ജീവിച്ച് എന്റെ സ്വസ്ഥത കളഞ്ഞത് നിങ്ങളല്ലേ? ഞാനെന്തോ ഇത്? നിങ്ങളല്ലേ ആ തള്ളയും മോനെയും വിളിച്ച് പ്രച്ഛന്ന വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. എന്താ, ഒരാളോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്താ പോരെ? അപ്പോഴും നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായിട്ടില്ല അല്ലേ? എന്ത് തെറ്റ്? ഞാനെന്ത് തെറ്റ് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? ഒരിക്കലും ഇല്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കൊച്ചെ, നിനക്ക് മനസാക്ഷി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടോ? അതോ മാണിക്യമംഗലത്ത് നിന്ന് താമസം മാറിയപ്പോ അതെടുത്ത് ഉത്തരത്ത് തിരികെ വെച്ചിട്ടാണോ വന്നത്? എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ എന്തിനു മനസാക്ഷി കാണിക്കണം? നിന്നെ ആര് ദ്രോഹിച്ചു? ആ കോളനിക്കാരൻ സുനീഷും അവന്റെ തള്ളയും കൂടി. മാണിക്യമംഗലത്ത് രാജകുമാരിയെ പോലെ ജീവിച്ച എന്നെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആ പൊട്ടം കെട്ടിയതുകൊണ്ടല്ലേ എനിക്ക് ഈ ദുരന്തമൊക്കെ സംഭവിച്ചത്. ആ നശിച്ച കോളനിയിൽ നിന്നും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഞാൻ ഇവിടെ വന്നൊന്ന് പച്ച പിടിച്ചപ്പോ
ഇവിടെ എന്നെ വെറുതെ വിടാതിരിക്കാനല്ലേ അവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ആരാ ആരാ അതിന് പിന്തുണ കൊടുത്തത്? നിങ്ങളല്ലേ? പിന്നെ ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുരന്തങ്ങൾക്കും ഉത്തരവാദി നിങ്ങൾ കൂടിയാ. ഈ ജന്മം അവസാനിക്കുന്നതല്ല എനിക്ക് നിങ്ങളോടുള്ള പ്രതികാരം. എന്നാലേ നീ പോയി നിനക്ക് അറിയാവുന്നതൊക്കെ ചെയ്. എടി കോച്ചൻ അറിയാവുന്ന ഭാഷയിലൊക്കെ നിന്നെ ഞാൻ ഉപദേശിച്ചു. നീ നന്നാവാത്തത് എന്റെ കുഴപ്പം കൊണ്ടല്ല. നീ മാണിക്യമംഗലത്തെ പെണ്ണായാലും കൊള്ളാം, ചെട്ടിയാർ വീട്ടിലെ പെണ്ണായാലും കൊള്ളാം, നിന്റെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ല. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷേ ഗതികെട്ട ഞാൻ ചിലപ്പോ നശിപ്പിച്ചെന്ന് വരും. ഇതൊരു സാധാ IAS കാരിയുടെ ഭീഷണിയല്ല. കൊന്നും തിന്നും അറപ്പും മാറിയ ഒരു അധോലോക നായകന്റെ ഭീഷണിയാ. ഒന്ന് പോവേ. ചെയ്യാത്ത ജോലിക്ക് കൊട്ടേഷൻ പണം കിട്ടിയ മുക്കാൽ ചക്രം കുത്തിന് പിടിച്ച് വാങ്ങിക്കൊണ്ട് പോകാൻ കെൽപ്പില്ലാത്ത ഇയാളാണോ ഇനിയിപ്പോ എന്നെ നശിപ്പിക്കാൻ പോകുന്നത്? ഇയാൾ ആരെയാ ഈ ഭീഷണിപ്പെടുത്തുന്നേ? എടോ, താൻ ഇതുവരെ ബോംബെ കണ്ടിട്ടുണ്ടോ? താൻ ഇതുവരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ചോരയുടെ മണം എന്താണെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടോ? പോട്ടെ, താൻ ഇതുവരെ ഒരു ചെറിയ ഇറുക്കിലെങ്കിലും എടുത്ത് ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ? കൊല്ലും കൊല്ലുമെന്ന് ഗീർവാണം പറഞ്ഞു നടക്കുന്നല്ലാതെ താൻ ഇതുവരെ ഒരു കൊതുകിനെങ്കിലും കൊന്നിട്ടുണ്ടോ? പോടോ, പോയി തരത്തിന് കളിക്ക്. നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും, നോക്കിക്കോ. ചുമ്മാ പറ്റാത്ത പണിയൊന്നും വിളിച്ച് പറയല്ലേ. ആരേലും കേട്ടുകൊണ്ട് വന്നാലേ എന്നെ ഇനി ആര് കൊന്നാലും താൻ അകത്തു പോവും. തന്നെ ഞാൻ ഒറ്റ കൊടുക്കാത്ത എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? കടലാസ് പുലിയെ കാണിച്ച് പുലിയാണെന്ന് പറഞ്ഞു പേടിപ്പിച്ച കേസിൽ ഞാൻ അകത്തു പോവും. പുലിയാണോ കടലാസ് പുലിയാണോ എന്ന് അധികം വൈകാതെ ഞാൻ നിനക്ക് കാണിച്ചരാടി. ഓ, കാണാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ചാ തനിക്ക് കുറച്ചു കാലം കൂടി ഇവിടെ സ്വസ്ഥമായി ഉണ്ടുറങ്ങി ജീവിക്കാം. നേര് പറ, സുനീഷിന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? മനസ്സിലായില്ല. എടോ, കുറച്ചു മുമ്പ് താനും അയാളും കൂടെ എവിടെ പോയെന്ന്. ഏതയാള്? പൊട്ടങ്ങളി നിർത്തടോ. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർക്ക് എന്താ സംഭവിച്ചത്? ആർക്ക്? കമലാക്ഷിക്കോ അതോ ദാക്ഷായണിക്കോ? ദാക്ഷായണിക്കാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതല്ല, കമലാക്ഷിയുടെ കാര്യമാണ് നിനക്ക് അറിയേണ്ടതെങ്കിൽ അവർ ചത്തിട്ടില്ല. നീ കൊല്ലാൻ ഏൽപ്പിച്ചവർക്ക് അല്പം പിഴച്ചു. ഞാൻ കൊല്ല ഏൽപ്പിച്ചോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? പച്ച മലയാളം. നിനക്ക് കേട്ടിട്ട് മനസ്സിലായില്ലേ? നീ കൊടുത്ത കൊട്ടേഷൻ സക്സസ് ആയോ എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേടി നീ ഇപ്പൊ ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. എന്നാല് ഇല്ല, അവരെ കൊല്ലാൻ അവന്മാർക്ക് പറ്റിയില്ല. ഞാൻ അവരെ രക്ഷിച്ചു, ഇനിയും രക്ഷിക്കും. നീ എന്നല്ല, നിന്റെ പൊന്നു തമ്പുരാൻ വിചാരിച്ചാലും കമലാക്ഷിയുടെയോ മകന്റെയോ ദേഹത്ത് ഒരു തരി മണ്ണ് വാരിടാൻ ഈ ജന്മം ഞാൻ ഒരുത്തനെ സമ്മതിക്കില്ല. കാവലുണ്ടടി. ഉണ്ണാതെ ഉറങ്ങാതെ ഈ കരിമ്പായി എന്നും എന്നും അവർക്കൊപ്പം.